പാലായിലെ യു.ഡി.എഫിലുള്ള അതൃപ്തി പോഞ്ഞു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി. അത് യു.ഡി.എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാണി സി കാപ്പൻ യു.ഡി.എഫ് നേതാക്കളെ വിശ്വാസത്തിലെടുക്കാത്തതാണ് അതൃപ്തി പുകയാൻ തുടക്കമിട്ടത്. ചാനൽ ചർച്ചകളിലടക്കം പങ്കെടുക്കാൻ യു.ഡി.എഫിലെ നേതാക്കൾക്ക് പകരം സ്വതന്ത്ര കൂട്ടായ്മയിലെ പുളിക്കണ്ടം ബ്രദേഴ്സിനെയാണ് കാപ്പൻ നിയോഗിച്ചത്. ഇതോടെ മുന്നണിക്ക് വേണ്ടി വർഷങ്ങളായി പണിയെടുക്കുന്ന നേതാക്കളും പ്രവർത്തകരും അപ്രസക്തരായി. കേരളത്തിലെ മറ്റെല്ലാ നിയോജകമണ്ഡലങ്ങളിലും യു.ഡി.എഫിൽ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ പാലായിൽ മാത്രം പാലാ നഗരസഭയിലെ 3 വാർഡുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്വതന്ത്ര കൂട്ടായ്മയായ പുളിക്കണ്ടം ബ്രദേഴ്സ് യു.ഡി.എഫിനെ ഹൈജാക്ക് ചെയ്തുവെന്ന് യു.ഡി.എഫ് നേതാക്കൾ തന്നെ പരാതിപ്പെടുന്നു. പാലായുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യു.ഡി.എഫ് നേതാക്കൾ ഇത്തരത്തിൽ തഴയപ്പെടുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. സ്വതന്ത്ര കൂട്ടായ്മയിലെ ബിജു പുളിക്കണ്ടത്തെ യു.ഡി.എഫ് പ്രചാരണ യോഗങ്ങളിൽ കാണാനേയില്ല. കഴിഞ്ഞ ദിവസം നടന്ന കാപ്പന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയിലും പുളിക്കണ്ടം ബ്രദേഴ്സ് ഇല്ലാതിരുന്നത് ചർച്ചയായി കഴിഞ്ഞു. അയാൾ ബി.ജെ.പിയുടെ പ്രചാരണത്തിന് വേണ്ടി മറ്റൊരു തട്ടകത്തിലായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ബി.ജെ.പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയായി അറിയപ്പെടുന്ന പുളിക്കണ്ടം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ നിർത്താതെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് നിരൂപാധിക പിന്തുണ നൽകിയത് കാപ്പന്റെ നിർബന്ധം മൂലമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം യു.ഡി.എഫിനെ ഒഴിവാക്കി എൽ.ഡി.എഫിന്റെ സഹായത്തോടെ മുനിസിപ്പാലിറ്റി ഭരിക്കാൻ ഒരു വിഫല ശ്രമം നടത്തിയ പുളിക്കണ്ടം ബ്രദേഴ്സിന് പക്ഷേ ജോസ് കെ മാണി തലവെച്ച് കൊടുത്തില്ലെന്ന് മാത്രമല്ല വിലപേശലാണെന്ന് യു.ഡി.എഫിനെ ബോധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ കാപ്പൻ സ്വതന്ത്രനായി രംഗത്ത് വന്നതും യു.ഡി.എഫ് സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. എം.എൽ.എ സ്ഥാനം രാജിവെച്ച ശേഷം കെ.ഡി.പി സ്ഥാനാർത്ഥിയാകുമെന്ന് യു.ഡി.എഫ് യോഗത്തിൽ പ്രഖ്യാപിച്ച കാപ്പൻ പിന്നീട് സ്വതന്ത്രനായി പത്രിക നൽകിയത് യു.ഡി.എഫ് കേന്ദ്രങ്ങളെ അറിയിച്ചിരുന്നില്ല. വാർത്ത പുറത്തു വന്നതോടെയാണ് യു.ഡി.എഫ് കേന്ദ്രങ്ങൾ കാര്യമറിഞ്ഞത്. ഇരട്ടത്ത് കൊണ്ടത് വെളിച്ചത്ത് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ യു.ഡി.എഫ് നേതൃത്വം. ഇതിൽ വലിയ രാഷ്ട്രീയ കളി ഉണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പാലാ നിയോജകമണ്ഡലത്തിലെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടത്താൻ കാപ്പന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കോ സാധിക്കില്ല. അതിന് കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും ഒക്കെ വേണം. ഒരു ഓട്ടോറിക്ഷയിൽ പോലും കയറ്റാനുള്ള ആൾബലമില്ലാത്ത കാപ്പന്റെ പാർട്ടിയും പാലായിലെ 3 വാർഡിൽ മാത്രം സ്വാധീനമുള്ള സ്വതന്ത്ര കൂട്ടായ്മയും പാലായിലെ യു.ഡി.എഫിനെ അപ്പാടെ വിഴുങ്ങിയത് കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പ്രവർത്തകരിൽ അപ്പാടെ അമർഷം സൃഷ്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളെയൊക്കെ ചാനൽ ചർച്ചകളിൽ പോലും വെറും കാഴ്ചക്കാരുടെ റോളിൽ പോയി ഇരിക്കേണ്ട ഗതികേടിലായി. രാമപുരത്തെ കോൺഗ്രസ് നേതാക്കൾ തനിക്കായി പ്രവർത്തിക്കുന്നില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് കാപ്പൻ അടുത്തിടെ പരാതി പറഞ്ഞത് വിവാദമായിരുന്നു. പരാജയ ഭീതി മണത്ത കാപ്പൻ ഇനി മത്സരിക്കുന്നില്ലെന്ന പൂഴിക്കടകൻ പ്രയോഗിച്ചത് കോൺഗ്രസിനാണ് അടുത്ത ചാൻസ് എന്ന സൂചന നൽകി അവരെ ചേർത്ത് നിർത്താനായിരുന്നു. ജയിക്കാൻ സാധിക്കില്ലെന്ന ധാരണ വന്നതോടുകൂടി ബി.ജെ.പി ഡീലിന് കളമൊരുങ്ങിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റവും അധികം ചൊടിപ്പിക്കുന്നത് ഇനി താൻ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിൽക്കുന്ന കാപ്പൻ തന്റെ പിൻഗാമിയായി സ്വതന്ത്ര കൂട്ടായ്മയിലെ നഗരസഭാ അധ്യക്ഷ ദിയ പുളിക്കണ്ടത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. പര്യടന പരിപാടിയടക്കം ദിയ പുളിക്കണ്ടം കൈയടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ദിയയ്ക്ക് പിന്നിൽ വെറും കാഴ്ചക്കാരന്റെ റോളിൽ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ സതീഷ് കുമാർ ചെള്ളാനി നിൽക്കുന്ന ദയനീയ കാഴ്ചയ്ക്കും പാല സാക്ഷിയായി. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയ അവസ്ഥയിലാണ് യു.ഡി.എഫ്. ബിനു പുളിക്കണ്ടത്തെ ചാനൽ ചർച്ചകളിൽ യു.ഡി.എഫ് പ്രതിനിധിയായി ഏകപക്ഷീയമായി കാപ്പൻ നിയോഗിച്ചതും യു.ഡി.എഫ് നേതാക്കളെ ഒഴിവാക്കി നഗരപര്യടനത്തിൽ ചെയർപേഴ്സണെ വണ്ടിയിൽ കയറ്റി എഴുന്നള്ളിപ്പിച്ചതും കോൺഗ്രസ് നേതാക്കളെ വെറുപ്പിച്ചു. കാപ്പനാണോ ദിയയാണോ സ്ഥാനാർത്ഥി എന്ന് പോലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസുകാർ സംശയിച്ചു. യു.ഡി.എഫ് പിന്തുണയ്ക്കുന്ന നഗരസഭാ കൗൺസിലർ ബിജു പുളിക്കണ്ടവും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മായ രാഹുലും കാപ്പനു വേണ്ടി ഇതുവരെ രംഗത്തിറങ്ങിയിട്ടില്ല. മായ രാഹുലിനെ ഒരു വേദിയിലും ഇതുവരെ കയറ്റിയിട്ട് പോലുമില്ല. ജോസഫ് ഗ്രൂപ്പിനെയും പ്രചാരണ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അതിലും പ്രതിഷേധം നുരയുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ എം.എൽ.എ എന്ത് ചെയ്തുവെന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് മുന്നിൽ വിയർക്കാൻ മാത്രമേ യു.ഡി.എഫിന് സാധിക്കുന്നുള്ളൂ. ആകെ പ്രതിസന്ധിയിൽ പുകയുന്ന യു.ഡി.എഫ് ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണ്. ഈ കണക്കിന് പോയാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാലായിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായിത്തീരും.